കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യം പി.ജെ. ജോസഫിന് ഇന്ന് 84 വയസ്സ്. 45 വർഷമായി തൊടുപുഴയുടെ സാരഥിയായി പി.ജെ. ജോസഫ് എന്ന ഔസേപ്പച്ചൻ കേരള നിയമസഭയിലുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികളിലെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രായമേറിയ നേതാവും പി.ജെ. ജോസഫ് തന്നെയാണ്. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും കരുണാകരനുമൊക്കെ രംഗപ്രവേശം ചെയ്ത 1970 നിയമസഭാ ബാച്ചിലെ നവാഗതരിൽ ഒരാളാണ് പി.ജെ. ജോസഫ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ കെ.എം. ജോർജുമായുള്ള അടുപ്പം കാരണം 1969 അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്ന പി.ജെ. ജോസഫ് കേരള കോൺഗ്രസുകാരനായും സ്വന്തം പേരിലുള്ള പാർട്ടിയുടെ പ്രതിനിധിയായും കെ.എം. മാണിയുടെ പാർട്ടിയിൽ ലയിച്ച് രണ്ടില ചിഹ്നത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി, വി.എസ്. അച്യുതാനന്ദൻ, കെ. കരുണാകരൻ, ഇ.കെ. നയനാർ എന്നിവരുമായി ഉണ്ടായിരുന്നത് ഊഷ്മളമായ ബന്ധമായിരുന്നുവെന്ന് പി.ജെ. ഊഷ്മളമായ ബന്ധമായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ടാണ്. നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് പിന്തുണ കിട്ടുക എന്നുള്ളതാണ്. അത് ആരായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, വിഷയങ്ങൾ കൂടുതലായിട്ട് വന്നത് നയനാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം എങ്ങനെയെന്ന ചോദ്യത്തിനും പി.ജെക്ക് മറുപടിയുണ്ട്. ഊഷ്മളമല്ല. ഞങ്ങൾ റോമിൽ പോയപ്പോൾ ഇവിടെ കാർഷിക വിളയുടെ അവസാനം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഴ്ച കണ്ടു. അദ്ദേഹം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പോയി പകുതി മിനിറ്റ് തിരിച്ചു വന്ന് സാറിന് കൈ എന്നിട്ട് പോകുന്നത്. വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധം നന്നായിട്ടുണ്ട് എല്ലാവരും. പി.ജെ. ജോസഫിന്റെ മാതൃക ആധ്യാത്മിക രംഗത്ത് യേശു ക്രിസ്തുവും പൊതുപ്രവർത്തന രംഗത്ത് മഹാത്മാഗാന്ധിയുമാണ്. വയസ്സ് 84 തികഞ്ഞെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ ആത്മാർത്ഥതയുമായി പി.ജെ. ജോസഫ് യാത്ര തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. പി.ജെ. ജോസഫിന് ന്യൂസ് 18 ജന്മദിന ആശംസകൾ.